ഹലോ, ഞാൻ ഡോക്ടർ നിഷാന്ത് ഫ്രം മോക്ഷം ആയുർവേദ. സയാറ്റിക്ക പെയിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് റിപ്പീറ്റേറ്റീവ് സ്ട്രെസ് ഓഫ് സ്പൈൻ എന്നുള്ളതാണ്. അതായത് റിപ്പീറ്റഡ്ലി നമ്മുടെ നട്ടലിന് എന്തെങ്കിലും സ്ട്രെസ് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം എന്തെങ്കിലും സ്ട്രെസ് സംഭവിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ബലക്ഷയത്തിന് കാരണമാവുകയും ഡിസ്ക് ബൾജിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നും ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാൾ, അയാൾ ഡെയിലി ബൈക്കിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? റിപ്പീറ്റഡ്ലി അയാളുടെ നട്ടലിന്റെ അടിഭാഗത്ത് പ്രത്യേകിച്ച് സ്ട്രെസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റിപ്പീറ്റഡ്ലി സ്ട്രെസ് കിട്ടുന്ന സമയത്ത് അവിടെ ബലക്ഷയം സംഭവിക്കുകയും ഹെർണിയേറ്റഡ് ഡിസ്കിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലോഡിംഗ് ഒക്കെ ചെയ്യുന്ന, വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ച് നട്ടലിന്റെ ഭാഗത്ത് വലിയ വെയിറ്റ് ഒന്നും കൊടുക്കാത്ത രീതിയിലായിരിക്കും അവര് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും റിപ്പീറ്റഡ്ലി അവിടെ ചെറിയൊരു സ്ട്രെസ് ആയാലും മതി, പക്ഷെ ആ ഒരു ചെറിയൊരു സ്ട്രെസ് ഡെയിലി റിപ്പീറ്റഡ്ലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹെർണിയേറ്റഡ് ഡിസ്കിനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ കോമൺ ആയിട്ട് കാണുന്നത് IT സെക്ടറിൽ, അതായത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. ഇവര് ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പൊസിഷനിലായിരിക്കില്ല ഇരിക്കുന്നത്. നമ്മൾ സ്ലഗിങ് പൊസിഷൻ എന്ന് പറയും, അതായത് കുറച്ച് ഇങ്ങനെ തള്ളി അങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കില്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടുകയും അത് ഹെർണിയേറ്റഡ് ഡിസ്കിനും സയാറ്റിക്ക പെയിനും കാരണമാകാറുണ്ട്. താങ്ക് യു.